അങ്ങനെ ഒരു മാസം കടന്നുപോയി. നീ എത്ര ഉഴപ്പി? അതാ ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നമായിരിക്കുന്നത്. 2 ക്യാമറമാൻമാര് തമ്മിലാ മത്സരം. അതിനിടയില് ആവുന്നത് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ശമ്പളം കിട്ടുമ്പോ വീട്ടിൽ പോകണ്ടേ നമുക്ക്? പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാം. അതോ നീ തനിച്ച് മുങ്ങിക്കളയോ? ഏതായാലും അതുണ്ടാവില്ല. ആ ഹോസ്പിറ്റൽ പ്രോഗ്രാമിന്റെ വർക്ക് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ. 2 ദിവസം ലീവ് എടുക്കാം. ആ മയൂര് കുറച്ച് ക്ലിപ്പിംഗ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ടേ. ആ അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്തായിരുന്നു ആ പെണ്ണുമായിട്ട് ഒരു കൊഞ്ചി കുഴച്ചില്? ഏത് പെണ്ണു? നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. ഓ അതോ? അതാ ജനുവേട്ടന്റെ കാര്യം പറഞ്ഞ് ഇത്തിരി ചിരിച്ചതാ. അങ്ങനെ ഇത്തിരി ചിരിക്കണ്ട. അവളുമായിട്ടുള്ള കൂട്ടുകെട്ട് അത്ര ശരിയല്ല. ഏയ് കൂട്ടൊന്നുമില്ല. അവര് സീനിയർ ആവുമ്പോ സീനിയർ ആയാലും കീനിയർ ആയാലും കുറച്ച് ഗൗരവത്തിലൊക്കെ നിന്നാ മതി. അതിനെ കാണുന്ന തന്നെ എനിക്ക് കലിയാ. അവളുടെ ഒരു മേക്കപ്പും ജാടയും. മായയോ? മായയുടെ കാര്യം ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചതുള്ളൂ. 101 ആയുസ്. അതെ, ഒരു ഹോസ്പിറ്റൽ പ്രോഗ്രാം കിട്ടിയെന്നും പറഞ്ഞ് വീമ്പടിച്ച് നടക്കുക ആ ജനാർദ്ദനും സജീവ്. എന്തോ ഉഗ്രം കാര്യം ചെയ്താ മറ്റ. എന്തായാലും ശബ്ദം ഇപ്പൊ കേട്ടോ? എനിക്ക് തോന്നിയതാ. അല്ല, അവരെ തോപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യണ്ടേ? അതോ ഈ സാഹിത്യ സമ്മേളനവും മന്ത്രിയുടെ നിലവിളക്കൂളത്തിലുമായിട്ട് ഇങ്ങനെ നടന്നാ മതിയോ? അതാ പറഞ്ഞത്. പിന്നെ 1-2 ഞാൻ ഇൻഫർമേഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കൊരു മസാല ദോശ ഓർഡർ ചെയ്താലോ? ഇവിടത്തെ മസാല ദോശ ഉഗ്രന. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ വിശപ്പില്ല. എങ്ങനെ വിശക്കും? 2 കപ്പ് കാപ്പിയാണ് ഒരുമിച്ച് എടുത്താക്കിയിരിക്കുന്നത്. ഹലോ, ആരാ? വിളിക്കാം, ഹോൾഡ് ചെയ്യണേ. ഡിസ്കവറി ചാനലിലൊക്കെ കാണുന്ന പോലെ എനിക്ക് ഈ സിംഹങ്ങളും മറ്റ് വന്യമൃഗങ്ങളുമായിട്ട് ക്ലോസ് ആയിട്ട് ഇടപഴകണം. അതെന്റെ ഒരു സ്വപ്നം. സാറിനൊരു ഫോണുണ്ട്. ഇതാണ് ശല്യം. സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് ഒരു മസാല ദോശ കഴിക്കാൻ പോലും സമ്മതിക്കില്ല. എങ്ങനെയെങ്കിലും ഞാൻ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചോളാം. വെയിറ്റ് ചെയ്യണേ. ഒരു സ്കൂപ്പ് ന്യൂസ് തരാനാണ് വിളിച്ചത്. തമിഴ്നാട്ടിലെ 2 രാഷ്ട്രീയ പാർട്ടികൾ, അതും ബദ്ധശത്രുക്കൾ തമ്മിൽ ലയനം നടക്കാൻ പോണു. ലേലം അല്ല, ലയനം. ഇവിടെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് അവരുടെ രഹസ്യ മീറ്റിംഗ്. നമ്മളാരാ സംസാരിക്കുന്നത്? സ്വാമിനാഥൻ. ഓ, സ്വാമിനാഥൻ. ഏത് സ്വാമിനാഥൻ? പിന്നെ ഒരു പ്രധാന കാര്യം കൂടി. എന്താ? നിങ്ങളുടെ തന്നെ നെറ്റ്വർക്കിൽ ആ ജനാർദ്ദനൻ സാർ അറിയാതെ കണ്ണു വെട്ടിച്ച് വേണം പോകാൻ. അത് ഞാൻ ഏറ്റു. പിന്നെ അയാളുടെ കൂടെ ഒരു പയ്യനും കൂടെ ഉണ്ടല്ലോ. എല്ലാവരും അറിയാൻ പാടില്ല. അവനെ ഞാൻ അറിയിക്കോ? റാസ്കൽ. ഓക്കെ, റാസ്കൽ. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഒരു കാപ്പ് കുടിച്ചാലോ? വേണ്ട, എനിക്ക് അല്പം തിരക്കുണ്ട്. മായേ, ഞാൻ ഇൻഫർമേഷന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? 1 റെഡി ആയിട്ടുണ്ട്. എന്താ? ഒന്നുമില്ല, താൻ പോയി കാപ്പ് കുടിച്ചോ. അപ്പം വേഗം റെഡി ആയിക്കോളൂ. വരാനാ പറഞ്ഞത്. സന്തോഷമായി അപ്പച്ചന്. സ്വന്തമായിട്ട് സമ്പാദിക്കാൻ തുടങ്ങിയല്ലോ. കിട്ടുന്ന ശമ്പളമൊക്കെ ഇങ്ങനെ തൂർത്തടിച്ചേക്കരുത്. 2 പേരോടും കൂടാ പറയുന്നത്. അയ്യോ അമ്മച്ചി, അത് ആദ്യം ശമ്പളം കിട്ടിയപ്പോ കുറച്ച് ഡ്രസ് എടുത്തേ ഉള്ളൂ. ഇനി അതൊന്നും ഉണ്ടാവില്ല. എടി പറഞ്ഞു കേട്ടല്ലോ, ഇനി അടുത്ത സാലറി കിട്ടുമ്പോ നിനക്ക് ചുരിദാറും കീഴ്താറും ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ ചുരിദാർ വേണമെന്ന്. ഇച്ചന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു കേബിൾ കണക്ഷൻ മാത്രം മതിയെന്ന്. അപ്പുറത്തെ ജ്യോതിയുടെ വീട്ടിൽ പോയിരുന്ന ഇപ്പൊ ഞാൻ ഇച്ചന്റെ പ്രോഗ്രാം കാണുന്നത്. ഏതെങ്കിലും കേബിളുകാരോട് പറഞ്ഞു എടുപ്പിച്ചോ? മോള് കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റോ? അല്ല, നീ വീട്ടിൽ പോയോ? ഇല്ല, സജിയോട് വരുന്നെന്ന് പറഞ്ഞു. എനിക്കും മതി. ഞാൻ വേണ്ടിട്ടോട്ടോ പപ്പ. നീ ഒന്നും കഴിച്ചില്ലല്ലോ. എന്തോ പണ്ടത്തെ പോലെ കപ്പാസിറ്റി ഇല്ല. വയറങ്ങ് നിറഞ്ഞു. ഗ്യാസ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ നിന്റെ വയറ്റില് മാത്രമല്ല, മനസ്സിലും ഗ്യാസാ. മതി, അങ്ങ് എഴുന്നേറ്റ് പോടാ. ഇതൊന്നും ആയില്ല മോളെ. അതെ, എത്രയാകാന്ന് എനിക്കറിയാം. കൊറേ നാളെ കാണുന്നല്ലേ. ഇപ്പൊ ഇത്രയും വേണോ? അപ്പൊ ഇത്ര തരൂ. അതെ. ഇനി പപ്പ എന്താ കണ്ണടച്ചേ? കണ്ണടയ്ക്ക് പപ്പ. എന്തിനാ? കണ്ണടയ്ക്ക്. ഇനി കൈ നീട്ടിയേ. കൈ നീട്ട്. ഇനി കണ്ണു തുറന്നേ. ഇതെന്താന്നറിയോ? എന്റെ ആദ്യത്തെ ശമ്പളം. ഇത് നിന്റെ മമ്മിയെ ഏൽപ്പിച്ചാ മതി. അവളാ കാശിന്റെ ആള്. ഞാൻ ഇറങ്ങട്ടെ സജി, 2 പേരിൽ ഒരാൾക്കേ കൺഫർമേഷൻ ഉള്ളൂ എന്ന് അങ്കിളിനറിയാം. മേനോൻ പറഞ്ഞു. നിങ്ങൾക്ക് സൗഹൃദത്തിനപ്പുറം ചില മോഹങ്ങളുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ സംഭവത്തിന്റെ പേരിൽ
നിങ്ങൾ രണ്ടാളും ഉഴപ്പരുത്. ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി കിട്ടട്ടെ, അതിനുവേണ്ടി അധ്വാനിക്കണം. ആ കമ്പനിയിൽ ഇനിയും വേക്കൻസി വരുമല്ലോ. മേനോനുള്ളിടത്തോളം കാലം രണ്ടാമതൊരാൾക്ക് കൂടി ജോലിക്ക് പ്രയാസം ഉണ്ടാവില്ല. ഞാൻ പറയാം. പെറുക്കിട്ടേൻ ആ പാവം കുട്ടി തല കുത്തി വീട്ടെ. എടി കള്ളി ഇറങ്ങി വാടി. കള്ളി നിന്റെ അമ്മ. അമ്മയ്ക്ക് പറഞ്ഞ പല്ലടിച്ചിളക്കും ഞാൻ. എന്നങ്ങോട്ട് കേറി വാടോ. ആഹാ, കേറരുത്. എനിക്കിനി ഒന്നും നോക്കാനില്ല. അങ്ങനെ പറയാതെടി, എന്തെങ്കിലും ഉണ്ടോ നോക്ക്. ആഹാ. കിട്ടി 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 കിട്ടി. കേറണ്ടെന്നാ പറഞ്ഞത്. ഞാൻ എറിയാം. അയ്യോ, അത് ഡമ്മിയാടാ. കുഴപ്പമില്ല കുഴപ്പമില്ല. ആകെ കുളമായെന്നാ തോന്നുന്നേ. SI അദ്ദേഹം വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് താഴെ തിറക്കണം. അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങാതെ മതി, ഇറങ്ങി വാ. നീ പോടാ. എന്താ ഞാനിപ്പോ ചാടുവേ. അതെ, എടുത്തിടത്തോളം മതി. ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്താം. അവളെങ്ങനെ താഴെ ഇറക്കുക? നീ വാ. അയ്യോ, എനിക്ക് ചാടണം. എടി കാർത്തിയാനി, 10 100 വേണമെങ്കിൽ കൂടുതൽ തരാം. നീ താഴേക്ക് ഇറങ്ങ്. നീ പോടാ. നീ പോടാ. കാർത്തിയാനി, നീ തമാശകളാ. ദേ ഇങ്ങോട്ട് ചാട്. ഞാൻ 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചോളാം. ആഹാ, അങ്ങനെ പിടിക്കോ? ചേട്ടാ, അവൾ ഓടെടുത്തു. നീ പേടിക്കണ്ട, അത് ഡമ്മിയടാ. എന്നാ ഇത് ആദ്യം പിടിക്കേ. അയ്യോ, ഡമ്മിയല്ലടാ, ഒറിജിനലാ ഇത്. ഇത് നമ്മുടെ കൈ വിട്ടു പോയെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ വലിഞ്ഞോ. അയ്യോ, എനിക്ക് ഇതെങ്ങനെയാണ് നീ ഇതിന്റെ മുകളിൽ കയറിയത്? ഞാൻ കേറിയതല്ല. ഈ മത്തങ്ങത്തലയിൽ ഈ ചക്കര കൂടി എന്നെ പിടിച്ച് കയറ്റിയതാ. നീ അല്ലടാ 1000 ഉലുവ തന്നോണ്ട് മോളി കയറാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ കുത്തി കയറ്റി ഞാൻ. എന്റെ പൊന്ന് സാറേ, ഇതെന്റെ പെങ്ങളാ. ഇവക്ക് വട്ടാ. ആണോ? ആ, എന്നാ നമുക്ക് മുങ്ങാം. എടി കാറ്റാനി, നീ കൂടെ ഇറങ്ങി വാ. ഇറങ്ങി വരാൻ. എനിക്ക് താഴേക്ക് ചാടണം. ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇല്ല, ഞാൻ ഇറങ്ങില്ല. പറയുന്ന കേക്ക്, താഴോട്ട് ഇറങ്ങി വരാൻ. എനിക്ക് എ വണ്ടർഫുൾ പ്രോഗ്രാം. ഒരു എക്സ്ക്ലൂസീവ് ടെലികാസ്റ്റിന് പറ്റിയത്. താങ്ക് യു സർ. പക്ഷെ ഇതിനേക്കാൾ വണ്ടർഫുൾ ആയ മറ്റൊരു പ്രോഗ്രാം എനിക്ക് കിട്ടി. മിസ് മായ തയ്യാറാക്കിയത്. ഞാൻ തയ്യാറാക്കിയതോ? അല്ല, ഞാൻ തയ്യാറാക്കിയതാ. സാധനം ഡൈനാമിറ്റാ. അതിന്റെ ക്രെഡിറ്റ് മായയ്ക്ക് ഇരിക്കട്ടെ എന്ന് കരുതി. മായയുടെ ക്രെഡിറ്റ് എന്റെയും കൂടെയല്ലേ. എന്നായാലും നമ്മൾ ഇവിടുത്തെ സ്റ്റാഫായി കഴിയേണ്ടവരല്ലേ. കണ്ടോടാ, ഞാൻ നേരിട്ട് കാണുന്നതിൽ സുന്ദരനല്ലേ? നോക്കി, നിന്നെ കാണാനും കുഴപ്പമൊന്നുമില്ല. ഇവളുണ്ടോ ഇതില്? എന്ത് പണ്ടാറ പ്രോഗ്രാം ഇവര് കവർ ചെയ്തിരിക്കണേ. നിങ്ങൾക്ക് ചുളിവില് കുറച്ച് കാശും കിട്ടും, ഞങ്ങൾക്ക് അതൊരു ക്രെഡിറ്റും ആവും. ഒരു പക്ഷി 2 പക്ഷി. ഏതായാലും നനഞ്ഞിറങ്ങിയതല്ലേ എന്റെ കാർത്തിയാനി. കുളിച്ചു കയറിയല്ലേ നല്ലത്. ആദ്യം നിങ്ങൾ പെരപ്പുറത്ത് കയറാൻ പറഞ്ഞു. ഇപ്പൊ പറയുന്നു കുളിച്ച് കയറാൻ. ചേട്ടാ, ഇതാ GM വന്നാലും പറഞ്ഞാലോ? ആ GM തെണ്ടിയോട് പോവാൻ പറ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായെന്നെ. മായയും വയറ്റിലെയും നിങ്ങളുടെ പ്ലാനിങ് അങ്ങനെയും മനസ്സിലാക്കി ഇത് ഷൂട്ട് ചെയ്ത് എന്നെ കാണിച്ചത് ഭാഗ്യം. അതിപ്പോ ഇവര് ഷൂട്ട് ചെയ്ത് കാണിക്കാതിരുന്ന പോരെ? യു ഷട്ടപ്പ്. താൻ എന്തിനാ ഇതൊക്കെ കൂട്ടുന്നത്? അതെങ്ങനെ? തന്നെ കണ്ടല്ലേ പഠിക്കുന്നത്. സുബോധത്തോടെ ആയിരിക്കില്ലേ ചെയ്തത്. മദ്യപിച്ചു കഴിഞ്ഞാൽ തനിക്ക് പല പല തോന്നലുകളാ. ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഇതുപോലെ ഇനി എന്തെങ്കിലും ആവർത്തിച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞു വിടും. സാറ് കൂടുതൽ വരട്ടൊന്നും വേണ്ട. പറഞ്ഞു വിടുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞു വിട്. ഇവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കാശ് കൊണ്ടൊന്നല്ല ഞാൻ എന്റെ കുടുംബം പുലർത്തുന്നത്. നിർത്തോ. എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. താങ്ക് യു സർ. മാറിയകടി. എന്താടാ കളിക്കുക? അടിച്ചതിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ വളരെ സൗകര്യമായി. അല്ലെങ്കിൽ എന്റെ മോന്തയുടെ ഷേപ്പ് ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ ഈ സ്ഥാപനം നിന്റെ തന്തയുടെ വകയാ. തന്തയ്ക്ക് പറഞ്ഞാണ്ടല്ലോ. തന്തയ്ക്ക് പറഞ്ഞോ. പക്ഷെ എന്നെ ഒന്നും പറയരുത്. വല്ലതും പറയാനുണ്ടെങ്കിൽ ആ GM അടുത്ത് നേരിട്ട് പറഞ്ഞാൽ. ആ GM എന്നെ മൂക്കി പിടിച്ച് വലിച്ചു കയറ്റോ? എടാ, ഇവിടുന്ന് പോയാ ഒരു 100 ചാനലുകാരുണ്ട് എന്നെ കൊത്തിക്കൊണ്ട് പോകും. 100 ചീനല് ഈ ഉശിരൊന്നും GM മുമ്പിൽ കണ്ടില്ലല്ലോ.
കാണിച്ചു തരാടാ. ആരടാ ഈ GM? ഇപ്പൊ ഇവിടുന്ന് ടൈം കെട്ടി ഇറങ്ങിപ്പോയാൽ ആ ചെറ്റ കുറെ നാളെ അവന് രണ്ട് കൊടുക്കണം വിചാരിച്ചിട്ട് ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. എന്താ എന്തോ? എന്നോട് ക്ഷമിക്കണം, മാപ്പ് തരണം. ഈ ജോലി പോയാൽ ഞാനും എന്റെ ഭാര്യയും 4 കുട്ടികളും പട്ടിണിയിലാവും. ആ പുതിയ ട്രെയിനികളുടെയും വൈറ്റിയുടെയും മുന്നിൽ വെച്ച് സാർ അങ്ങനെ പറഞ്ഞപ്പോ സങ്കടം കൊണ്ടാ ആ വിവേകമൊക്കെ ഞാൻ പറഞ്ഞത്. ഇനി മേലെ അങ്ങനെ ഉണ്ടാവില്ല. കാല് പിടിക്കാൻ ഞാൻ എന്നെ രക്ഷിക്കണം. പോടോ, പോ, പോ, പോ.